നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തൈലാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തു. വളരെ മനോഹരവും പവിത്രവുമായ ഒരു ശുശ്രൂഷയായിരുന്നു അത്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ സാധാരണയായി നമ്മൾ കാണുന്നതും ചെയ്യുന്നതും മരിക്കാൻ കിടക്കുന്നവർക്കാണ് ഈ തൈലാഭിഷേകം കൊടുക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ അതിന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വേണുനിർത്തിക്കൽ എന്നാണ്. വേണുനിർത്തിച്ചു. കത്തോലിക്കർ അതിന് പറയുന്നത് അന്ത്യകൂദാശ എന്നാണ്. എന്നാൽ യഥാർത്ഥ തൈലാഭിഷേകം രോഗശാന്തി ശുശ്രൂഷയാണ്. അത് മരിക്കാൻ കിടക്കുമ്പോഴല്ല കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ന്യൂജൻ പെന്തക്കോസ്ത് ശുശ്രൂഷകർ നടത്തുന്ന തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷയാണോ എന്ന്. അല്ല. യഥാർത്ഥ തൈലാഭിഷേക ശുശ്രൂഷ രോഗികൾക്ക് വേണ്ടി നടത്തുന്ന രോഗശാന്തി ശുശ്രൂഷ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് ഇതിനെ വേണുനിർത്തിക്കലും അതുപോലെ അന്ത്യകുദാശയും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഈ തൈലാഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ തൈലാഭിഷേകം നടത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം മരിക്കും എന്നൊക്കെയാണ് ഈ നാട്ടുപ്രദേശത്തുള്ള നമ്മുടെ ആളുകളുടെ ഒരു വിശ്വാസം. യഥാർത്ഥത്തിൽ ഈ തൈലാഭിഷേക ശുശ്രൂഷയെക്കുറിച്ച് വൈദികർ പള്ളികളിൽ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയും രോഗികൾക്ക് ആ ശുശ്രൂഷ നൽകുകയും വേണം. എത്ര വൈദികർ അത് ചെയ്യുന്നുണ്ട്? ഇതൊന്നുമില്ലാത്തതാണ് നമ്മുടെ ആളുകൾ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് പെന്തക്കോസ്തിലേക്ക് വച്ചു പിടിക്കുന്നത്. ഒരു പരിധിവരെ നമ്മുടെ വിശ്വാസവും ശുശ്രൂഷകളും ഒന്നും വേണ്ട വിധം വിശ്വാസികൾക്ക് അറിവില്ലാത്തതാണ് ദൈവത്തെ കാണാനും രോഗശാന്തിക്കുമൊക്കെ പെന്തക്കോസ്ത് സഭകളിലേക്ക് പോകുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഇന്നലെ തൈലാഭിഷേക ശുശ്രൂഷ അനുഭവിച്ച സ്റ്റീഫൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈപ്പൻ സാമുവൽ, അദ്ദേഹം ന്യൂയോർക്കിലെ പ്രവാസിയാണ്. മുൻ പത്തനംതിട്ട കാത്തോലിക് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് സാമുവൽ സാർ. ഈപ്പൻ സാമുവലിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. എന്താണ് ഇപ്പൊ അങ്ങനെ ഒന്ന് തോന്നാനുള്ളൊരു കാരണം? നമ്മുടെ സഭാ വിശ്വാസം അനുസരിച്ച് രോഗശാന്തി വരം എന്നുള്ളത് മരിക്കാൻ കൊടുക്കുമ്പോൾ മാത്രമല്ല, പാപത്തിലും പാപത്തിരഹിതമായ കാര്യത്തിലും സഭാപിതാക്കന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം സഭയിലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഉദാഹരണങ്ങളും പ്രാർത്ഥന മൂലം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. അല്ലാതെ മരിക്കാൻ കിടക്കുമ്പോഴല്ല, സുബോധത്തോടും നല്ല വിശ്വാസത്തോടും ഓർമ്മയോടും ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, വരുന്നത്. സാധാരണ നമ്മുടെ ഞങ്ങളുടെയൊക്കെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ത്യകൂദാശയാണ്. ഈ തൈലാഭിഷേകത്തിന് അന്ത്യകൂദാശ എന്നുള്ള രീതിയിലാണ് ഒരു കൺസെപ്റ്റ്. അങ്ങനെയാണ് എല്ലാവരുടെ ഒരു ധാരണ. കാരണം മുമ്പേ അങ്ങ് പറഞ്ഞതുപോലെ മരിക്കാൻ കിടക്കുമ്പോൾ അതിനു മുമ്പ് സർവ്വപാവങ്ങളും ഏറ്റുപറഞ്ഞ് ഉള്ളൊരു കൂദാശ, അതിനെയാണ് നമ്മൾ അങ്ങനെയാണ് ഇതിനെ ഭാവന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരുടെയൊക്കെ വിശ്വാസം. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട്. അത് എങ്ങനെയാണ് അങ്ങേക്ക് തോന്നിയത്? എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസം എന്നുള്ളത് ഒരു മരിക്കാറാവുമ്പോഴല്ല, നല്ല സുബോധത്തോടു കൂടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതിനു മുൻപ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മാത്യൂസ് തിരുബാവ തിരുമേനി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെയും തൈലാഭിഷേകം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല തിരുമേനിമാരും പബ്ലിസിറ്റി കൊടുക്കാതെ സാക്ഷ്യത്തിനായിട്ട്, ചെറിയ സാക്ഷ്യത്തിനായിട്ട് കൊടുക്കുന്നു, വരുന്നു, ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനേക ഉദാഹരണങ്ങളും പറയാൻ സാധിക്കുന്നുണ്ട്. മാത്യൂസ് തിരുബാവയുടെ ഖബർ ഇടത്തിലാണ് നമ്മളിപ്പം ഇരിക്കുന്നത് തന്നെ. അതെ. അതെന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്? തിരുമേനിയാണ് എൻ്റെ അറിവിൽ തിരുമേനി വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ തൈലാഭിഷേകം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റ് തിരുമേനിമാരും ചെയ്തിട്ടുണ്ട്, അച്ഛന്മാരും ചെയ്തിട്ടുണ്ട്, സാധാരണക്കാരും ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും പബ്ലിസിറ്റി ചെയ്യാത്ത ആൾക്കാരാണ്. മാത്യൂസ് തിരുബാവ തിരുമേനി രോഗശാന്തി വരം
എന്നുള്ളത് ചെയ്യുമായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഈ കൂദാശ ചെയ്യുന്നത്, ഈ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അതെ. തിരുമേനിയെ തിരഞ്ഞെടുത്തത്, ഈ കൂദാശയ്ക്ക് വേണ്ടി നിയോഗിച്ചത്, അതിന് പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ട്? ഒന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. തിരുമേനിയെ വിളിച്ചു, തിരുമേനി സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു, വരാമെന്ന് ഏറ്റു. എവിടെയാണെന്ന് ചോദിച്ചു, ശാസ്താംകോട്ടയാണെന്ന് പറഞ്ഞു. അവിടെ സമയത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ചെയ്യാമെന്ന് തിരുമേനി ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ആണ് തിരുമേനി ഇവിടെ വരാൻ ഇടയായത്. ഇപ്പം എന്താണ് അങ്ങേക്കുള്ള ഒരു അസ്വസ്ഥത എന്താണ്? എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മക്കുറവായിട്ടും പ്രത്യേകിച്ച് അസ്വസ്ഥത പാർക്കിൻസൺസോ ഡിസീസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ പ്രാർത്ഥന മൂലം ഇതൊക്കെ പരിഹരിക്കാമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസവും വേദപുസ്തക അടിസ്ഥാനത്തിലും വിശ്വാസവും സഭാപരമായ വിശ്വാസവും അനുസരിച്ച് ഇതിനൊരു റിലീഫ് കിട്ടും, ഇത് കിട്ടുമെന്നാണ്, സൗഖ്യം കിട്ടുമെന്നാണ് എൻ്റെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് ഇത് ഇത്രയും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എത്ര നാളായി ഈ അസുഖം കണ്ടുപിടിച്ചിട്ട്? കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കുറഞ്ഞതായിട്ടുള്ളൂ. അന്ന് മുതലേ ഇത് ഈ ശുശ്രൂഷ ചെയ്യണം, ഈ കൂദാശ ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ തോന്നിയിരുന്നു? ഇല്ല, അന്ന് മുതലേ തുടങ്ങിയില്ല. 3 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ഐഡിയ. പ്രാർത്ഥന മൂലം ഇതിന് പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന സഭയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമൂലമാണ് എനിക്ക് റിലീഫ് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഈ ഒരു കൂദാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണോ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നത്? മെയിനായിട്ട് ഇത് ഉദ്ദേശമാണ്. രണ്ടാമത്തെ ഉദ്ദേശം എൻ്റെ അളിയൻ്റെ മോൻ്റെ കല്യാണമാണ് ആലുവയിൽ വെച്ച്. പിന്നെ കോട്ടയ്ക്കലെ ആയുർവേദ ശുശ്രൂഷ തിരുമലയ്ക്കുണ്ട്. ഈ 2-3 കാര്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് എൻ്റെ പിന്നെ പ്രിയപ്പെട്ട ആൾക്കാരെ ഒന്ന് കാണുവാനും പള്ളിയിലൊന്നൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ ഇടയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് വരുന്നത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പിതാവ് പത്തനംതിട്ട കാതോലിക് കോളേജിലെ ഹെഡ് മാസ്റ്ററായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു, സഭാകാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പിതാവിൻ്റെ 11ാം ഓർമ്മ പെരുന്നാള് ഒക്ടോബർ 26-ാം തീയതി ആണ് നടത്തുന്നത്. സേവറി തിരുമേനി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇടുക്കിയുടെ ഭദ്രാസനത്തിൻ്റെ ഇതൊക്കെ ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ നിങ്ങളൊക്കെയും മഹത് വ്യക്തികൾക്ക് വരുവാൻ കാരണം എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്താലാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസവും സഭാവിശ്വാസത്തിൻ്റെ പൂർണ്ണ വിശ്വാസം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അമേരിക്കയിൽ എന്താണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനു മുമ്പ് ഞാൻ റിട്ടയർഡായി. ഞാൻ യുണൈറ്റഡ് നേഷൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്. യുനിസെഫ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റിട്ടയറായി 36 വർഷമായിട്ട് അമേരിക്കയിൽ 37 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു. കല്യാണം കഴിച്ച് മക്കളെല്ലാം അമേരിക്കൻ സിറ്റിസനാണ്. ഞാൻ അമേരിക്കൻ സിറ്റിസനാണ്, ഭാര്യ അമേരിക്കൻ സിറ്റിസനാണ്. അവിടെ വർക്ക് ചെയ്യുന്നു. ഭാര്യ അവിടെ എഞ്ചിനീയറായിട്ട് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാനും വർക്ക് ചെയ്യുന്നു. ഞാൻ റിട്ടയറായി. ഞാനിങ്ങനെ ഇരിക്കുന്നു. ഭാര്യയും മക്കളും പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങേക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഈ കൂദാശ കഴിയുമ്പോൾ അങ്ങേക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടും, ഇതിൽ നിന്നും ഒരു മുക്തനാവാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അങ്ങേക്കുണ്ട്? വിശ്വാസം മാത്രമേ ഉള്ളൂ. നമുക്ക് വിശ്വാസമാണ് ഉള്ളത്. ആ വിശ്വാസം നമ്മെ രക്ഷിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്. ഇനി ഈ ശുശ്രൂഷയെക്കുറിച്ച് ഇതിന്റെ പ്രധാന കാർമ്മികൻ മലങ്കര സഭയിലെ സീനിയർ മെത്രാപ്പോലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ശ്രീ ഈപ്പൻ ഈ അടുത്ത സമയത്തായി ഒരല്പം അസ്വസ്ഥത കണ്ടെത്താൻ ഇടയായി. അതേ തുടർന്നാണ് രോഗികളുടെ തൈലാഭിഷേകം സ്വീകരിക്കണമെന്ന ആഗ്രഹം
അറിയിച്ചത്. അതിൻ പ്രകാരമാണ് ഇന്നിവിടെ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു തിരിച്ചറിവാണ്. സാധാരണയുള്ള ആളുകളിൽ കാണാത്ത ഒരു തിരിച്ചറിവ്. സാധാരണയായി രോഗികളുടെ തൈലാഭിഷേകം നമ്മളുടെ പൊതു സങ്കല്പത്തിൽ അത്യാസന്നമായി രോഗശയ്യയിലായിരിക്കുന്ന ഒരാൾക്ക് നൽകേണ്ട ഒരു ശുശ്രൂഷയായി നമ്മൾ തരം താണ് കണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് എന്ന് ഈ അവസരം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ശ്രീ ഈപ്പൻ അതിന് വിപരീതമായി രോഗം തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അത് ഒരല്പകാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആശ്വാസം ലഭിക്കും എന്നുള്ള വിശ്വാസം ആഴമായി ബോധ്യപ്പെട്ടിട്ടാണ് ഈ ശുശ്രൂഷ നടത്തണം എന്ന് ആവശ്യപ്പെട്ട് സഭയെ സമീപിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതം, നമ്മളുടെ ജീവൻ, നമ്മളുടെ ഈ ലോകത്തിലുള്ള നമ്മളുടെ ജീവൻ ആത്മാവും ശരീരവും മനസ്സും കൊണ്ടുള്ള ഒരു ഏകകമാണ്, ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യവും കൂടെ ലഭിക്കും. അത് സമഗ്രമായ ഒരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം ഇന്ന് വായിക്കുകയുണ്ടായി. 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അടിവരയിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളിൽ ഒരുവൻ രോഗിയായാൽ സഭയിലെ പട്ടക്കാരെ വിളിക്കട്ടെ, അവർ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത്, തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവരെ സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോട് ചേർന്ന് പറയുകയാ, നിങ്ങൾ അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കും. രോഗത്തിൽ നിന്നുള്ള വിടുതലിന്, ശാരീരികമായ അസ്വാസ്ഥ്യത്തിൽ നിന്നുള്ള വിടുതലും ആധ്യാത്മികമായ നമ്മളുടെ ശുദ്ധീകരണത്തിലൂടെ ലഭിക്കുന്ന മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യവും, ഇത് രണ്ടും പരസ്പരം ചേർന്നു പോകും. ഇതിനെ രണ്ടിനെയും നമുക്ക് വിഭജിച്ച് കണ്ടുകൂടാ. മനുഷ്യൻ ഒരൊറ്റ ഏകകമാണ്, ഒരു യൂണിറ്റാണ് എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും അന്വർത്ഥമായി വരുന്നു എന്ന് നമ്മൾ ഊന്നി പറയുകയും ചിന്തിക്കുകയുമാണ്. ദൈവതിരുസന്നിധിയിൽ നമ്മളുടെ കുറവുകളെ ഏറ്റുപറയണം. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ആദ്യ സന്ദർഭം മുതൽ അവസാനം വരെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഉൾപ്പെടെ പ്രത്യേകമായി പറയുകയാ, ശാരീരിക സൗഖ്യവും ആത്മാവിൻ്റെ ശുദ്ധീകരണം മൂലമുണ്ടാകുന്ന വിടുതലും സൗഖ്യവും മനുഷ്യൻ്റെ ആത്യന്തികമായുള്ള വിടുതലിന് സഹായിക്കും. അത് ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും മനസ്സിനും അത് ഉപകരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്. രണ്ടാമത്, യാക്കോബ് ശ്ലീഹ പറയുകയാ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് വിശ്വാസത്തോടെ ഒരു ഭക്തൻ, ഒരു നീതിമാൻ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ
അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. അവർക്ക് രോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കും, അവർക്ക് നൽകും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വൈദികരായ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയിൽ ധാരാളം അനുഭവങ്ങൾ ഇതോട് ചേർത്ത് പറയാനുണ്ടാവും. രോഗികളായി വിഷമതയിലായി ഇരിക്കുന്ന ആളുകൾ വിശ്വാസത്തോടെ വിളിച്ച്, കുടുംബാംഗങ്ങളാവാം, വിശ്വാസത്തോടെ വിളിച്ച് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭം അനേകരുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നതായും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കാണുവാനും തിരിച്ചറിയുവാനും കഴിയും. രോഗികളുടെ തൈലാഭിഷേകം മുഖാന്തരമായി ശാരീരികമായ സൗഖ്യം ലഭിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ആ വിടുതൽ തമ്പുരാൻ തന്നു എന്ന സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എത്രയോ ജീവിതങ്ങളിൽ വിശ്വാസികളിൽ ഭക്തരിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് ശുശ്രൂഷ സന്ദർഭങ്ങളിൽ വൈദികരായ ഞങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാക്ഷ്യം തീർച്ചയായും വിശ്വാസികളിൽ പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ സൗഖ്യം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും വേണ്ടതാണെന്നും വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മളുടെ യാചന കേട്ട് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് സൗഖ്യം തരും, രോഗത്തിൽ നിന്ന് വിടുതൽ തരും. മാത്രമല്ല നമ്മളുടെ ആത്മാവിന് ദൈവം സ്വസ്ഥത നൽകി നമ്മളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. ഈ വേദഭാഗം എന്ന് വായിച്ചു കേട്ട വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ ഏലിയാവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. യാക്കോബ് ശ്ലീഹ പറയുക, നമ്മെപ്പോലെ ഒരാൾ പച്ചയായ മനുഷ്യൻ ഇസ്രായേലിൽ പാപം മുഴുത്തു, ദൈവത്തെ നിരസിച്ചു, ദൈവത്തെ അറിയാതെ നടന്നു. ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിടിവാതിലുകൾ അടഞ്ഞുപോയി. 3 വർഷവും 6 മാസവും നാട്ടിൽ മഴ പെയ്തില്ല, ക്ഷാമമായി. അങ്ങനെ ഏലിയാവ് ദൈവജനത്തെ, ദൈവമക്കളായി ജീവിക്കേണ്ട ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തി തമ്പുരാനിലേക്ക് തിരിയണം. അങ്ങനെ വീണ്ടും 3 വർഷവും 6 മാസവും കഴിഞ്ഞ് ക്ഷാമം കഠിനമായ സന്ദർഭത്തിൽ ഏലിയാവ് വീണ്ടും ദൈവതിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്ത് ഐശ്വര്യവും സമ്പന്നതയും വീണ്ടും അവർക്ക് ലഭിക്കാൻ ഇടയായി എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുവാനായിട്ടാണ്. ഒരു നീതിമാൻ, ഒരു ഭക്തൻ, വിശ്വാസത്തിൽ ഉറച്ച ദൈവാന്വേഷിയായ ഒരു ദൈവപുരുഷൻ, ഒരു ദൈവ വനിത തമ്പുരാൻ്റെ അടുക്കലേക്ക് വന്ന് കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി ദൈവതിരുസന്നിധിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് അവരുടെ ജീവിതത്തിൽ സൗഖ്യം നൽകും. ഇതും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹ എഴുതുന്നത് ഈ അടിസ്ഥാനത്തിലാണെന്ന് യാക്കോബ് ശ്ലീഹ തന്നെ ഏലിയാവിൻ്റെ, ദൈവപുരുഷനായ പ്രവാചകനായ ഏലിയാവിൻ്റെ അനുഭവത്തിലൂടെ പ്രത്യേകമായി എടുത്തു പറയുന്നതും ഇന്ന് വായിച്ച ആ ലേഖന ഭാഗത്തെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ അവസരം നമുക്ക് പ്രാർത്ഥിക്കാം. ജീപ്പന് പൂർണ്ണമായ സൗഖ്യം തമ്പുരാൻ കൊടുക്കട്ടെ. ദൈവം ഇടപെടട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതും സംബന്ധിച്ച് ദൈവകരങ്ങളിലാണ്.
ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അവയെല്ലാം. പക്ഷേ ഒരു കാര്യം അടിവരയിടണം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും, സൗഖ്യം തരും. ആത്മാവിനും മനസ്സിനും ശരീരത്തിലും ആ ഒരു അനുഭവം ഈപ്പനുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഈ ദാസന് സമൃദ്ധിയായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് എഴുന്നേൽക്കാം. ഇത് നമ്മുടെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വൈദികർക്കുള്ളതാണ്. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളിൽ ഇപ്പോഴും അജ്ഞരാണ്. ഇനി ഈ ശുശ്രൂഷ എന്ന് കാണാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ബലമേറിയതും സഹായപൂർണവുമായ നിന്റെ വലം കൈ സ്നേഹപൂർവം ഈ ദാസനിൽ ആവശ്യിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ ബലഹീനമായ കൈ തിരുനാമത്തിൽ ഈ ദാസൻ്റെ മേൽ ഞാൻ വയ്ക്കുന്നു. കർത്താവേ, നിന്റെ കരുണയും മനുഷ്യസ്നേഹവും മൂലം ഈ മകനെ ദർശിക്കണമേ. നിന്റെ കരുണ ഇവനിൽ ഒഴുക്കണമേ. ഈ ദാസൻ്റെ ബലഹീനതയിൽ നിന്റെ കൃപ വർഷിപ്പിക്കണമേ. നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. നിന്നിലുള്ള അജയമായ പ്രത്യാശ കൊണ്ടും സത്യം കൊണ്ടും ഈ മകനെ അരകെട്ടിക്കണമേ. എല്ലാവിധ വേദനകളും രോഗങ്ങളും കഠിനമായ ശിക്ഷകളും ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളും ഈ മകനിൽ നിന്ന് നീക്കിക്കളയണമേ. തിരുസന്നിധിയിൽ നിന്നുള്ള യഥാർത്ഥമായ ശക്തി ഇവനിൽ നൽകണമേ. നിന്റെ രക്ഷയാൽ മ്ലാനതയെ നീക്കി സന്തോഷിപ്പിക്കണമേ. ഈ ദാസൻ യോഗ്യമായ തിരുസന്നിധിയിൽ നിലകൊണ്ട് നിന്റെ കൃപയെ മുടക്കം കൂടാതെ സ്തോത്രം ചെയ്യുകയും നിന്റെ ദൈവത്വത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാലവുൽ മീ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ളവനും പരിശുദ്ധനുമാറൂഹാടെ നാമത്തിൽ നീ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോട് മനസ്സുകൂടാതെയും മറുവോട് മറുകൂടാതെയും നീ ചെയ്തിട്ടുള്ള നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുകയും സകല ദുർവികാരങ്ങളും പൈശാചിക വ്യാപാരങ്ങളും നിന്നിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഭസ്മോദാബോ ഊദാബുറോ വദറോഹായോ ഖാദീശുൽ ഹായേ ദൽവോലം മുൽമീ. അച്ഛന്മാരെ ഓരോ അവയവങ്ങളിലുമുള്ള ഓരോ അച്ഛന്മാരെ ചെയ്താട്ട് ഓരോരുത്തരും മാറി മാറി ചെയ്താട്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ചെയ്തോളൂ. ആദ്യം കോർപ്പിസ്കോപ്പന്മാർ ചെയ്തോട്ടെ, പിന്നെ അച്ഛന്മാർ ചെയ്താട്ട്. പിതാവിന്റെയും പുത്രന്റെയും മറ്റൊരുവാണെയും നാമത്തിൽ ഈ വിശുദ്ധതയിലും നിന്റെ കരുണയും മൂലം കണ്ണുകൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ നിന്റെ അധരങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും ചെയ്തുള്ള സകല പാപവും ദൈവം ക്ഷമിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലവും തന്റെ കരുണയും മൂലം ചെവികൾ കൊണ്ട് നീ ചെയ്തുപോയ സകല തെറ്റുകളും
ദൈവം തമ്പുരാൻ നിന്നോട് ക്ഷമിക്കട്ടെ. ബാറക്കുമോ. ഇസ്മോദാബോ ആമേൻ. ദാംബ്രോ ആമേൻ. ദ്രോഹോ ഹായോ ഖാദീസോ ബൽഹായ വെല്ലോലമുൽമീൻ. ആമേൻ. ബാറിക്കുമോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലം മൂലം നിന്റെ കൈകൾ കൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം തമ്പുരാൻ നിന്നോട് ക്ഷമിക്കട്ടെ. ബാറക്കുമോ. സ്മോദാബോ ആമേൻ. ഉദാബ്രോ ആമേൻ. വൽബുഹോ കാദിശ്ലഹായ് ദൽവോലം ഉൽമീ. ആമേൻ. ആർക്കുമോ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ നാമത്തിൽ ആന്തരേന്ദ്രിയ കണ്ടേയും മൂലം കണ്ടുകൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സ്ഥലം ആന്തരേന്ദ്രിയങ്ങൾ കൊണ്ട് തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പുത്രന്റെയും വേറെ ആള് ചൊല്ലിക്ക്. മോനെ ചൊല്ലുക. അച്ഛൻ ചൊല്ലുക. ആരാ അടുത്ത അച്ഛൻ? നാസിക നോക്കുക. പിതാവിന്റെയും പുത്രന്റെയും ശിവള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ വിശുദ്ധ തൈലോ നിന്റെ കരുണയും മൂലം കൊണ്ട് നീ ചെയ്തിട്ട് പോലുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പരിശുദ്ധരുടെ നാമത്തിൽ ഈ വിശുദ്ധ തൈലവും നിന്റെ കരുണയും മൂലം പാദങ്ങൾ കൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. കരുണ കാടലെ ഞാൻ മോഹം ദേവതാനയായൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ മെന്നെ സോപ്പായാൽ മേൻ ബാഷ്പാൽ വെണ്മ പിതൃസ്നേഹത്താൽ യാചിക്കും ഞാൻ എന്നെ വൈരി തീറും നാരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവർ ചൊല്ലട്ടെ അനുതാപികളിൽ താൻ വാതിൽ ലാപകൾ ഹല്ലേലൂയ നമേൻ പിയുകൾ മൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ ചെയ്തു വരുന്നു ഏറ്റവും ഒടുവിൽ ഈ ശുശ്രൂഷ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തിമോത്തിയോസ് തിരുമേനി വലിയ നോമ്പ് കാലത്ത് പാതിനോമ്പ് കഴിഞ്ഞ് ഒരു പള്ളിയിൽ നടത്തിയിരുന്നു. നമ്മുടെ പള്ളികളിൽ രോഗികളായവർക്ക് വേണ്ടി ഇത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുള്ളവർക്ക്